സിനിമ തുടങ്ങുന്നത് ചന്ദ്രപൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ആളുകൾ വളരെ ഭീതിയിലാണ് ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ശാപം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ആ ശാപം കാരണം വിളകൾ നശിക്കുകയും ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. ആ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവർ ചെയ്തത് അത്യന്തം ക്രൂരമായ കാര്യമാണ്: പെൺകുട്ടികളെ ബലികഴിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ഗ്രാമം രക്ഷപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശാപം പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. കഥ പിന്നീട് കൊൽക്കത്തയിലേക്ക് മാറുന്നു. അവിടെ അംബിക എന്ന സ്ത്രീ തന്റെ ഭർത്താവ് ശുഭങ്കറും മകൾ ശ്വേതയും ചേർന്ന് സാധാരണ ജീവിതം നയിക്കുന്നു. അംബിക ഒരു സ്നേഹമുള്ള അമ്മയാണ്. അവളുടെ മകളാണ് അവളുടെ ലോകം. ശുഭങ്കർ നല്ലൊരു ഭർത്താവാണ്. എല്ലാം ശാന്തമായി പോകുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ അവരുടെ ജീവിതം മാറ്റുന്നത്. ശുഭങ്കറിന് അച്ഛൻ മരിച്ചതായി വിവരം ലഭിക്കുന്നു. അച്ഛൻ ചന്ദ്രപൂരിലായിരുന്നു താമസം. ശുഭങ്കർ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അംബികയ്ക്ക് മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിലും അവൾ ഒന്നും പറയുന്നില്ല. ശുഭങ്കർ ഒറ്റയ്ക്ക് യാത്ര തിരിക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം അംബികയ്ക്ക് മറ്റൊരു ഫോൺ കോൾ ലഭിക്കുന്നു. ഈ പ്രാവശ്യം വാർത്ത വളരെ ഭീകരമാണ്. ശുഭങ്കർ മരിച്ചു. ഗ്രാമവാസികൾ അത് ഒരു അപകടമാണെന്ന് പറയുന്നു. പക്ഷേ കാര്യങ്ങൾ വ്യക്തമല്ല. അംബിക തകർന്നു പോകുന്നു. അവളുടെ മനസ്സിൽ സംശയം വളരുന്നു. എന്തോ ശരിയല്ലെന്ന് അവൾക്ക് തോന്നുന്നു. കുറെ മാസങ്ങൾക്കു ശേഷം അംബികയും ശ്വേതയും ചന്ദ്രപൂരിലേക്ക് പോകുന്നു. വസ്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർക്കാനാണ് യാത്ര. ഗ്രാമത്തിലെത്തിയ ഉടൻ തന്നെ അവൾക്ക് ഒരു അസ്വാഭാവികത തോന്നുന്നു. ഗ്രാമവാസികൾ ശ്വേതയെ വിചിത്രമായി നോക്കുന്നു. ചിലരുടെ മുഖത്ത് പേടി കാണാം. ചിലർ മന്ത്രങ്ങൾ ചൊല്ലുന്നതുപോലും കാണാം. അംബിക ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. അവിടെയിരിക്കുമ്പോൾ ശ്വേതയുടെ പെരുമാറ്റം മാറി തുടങ്ങുന്നു. അവൾ രാത്രിയിൽ ഉറക്കത്തിൽ നടക്കുന്നു. അവൾ അറിയാതെ വിചിത്രമായ ചിഹ്നങ്ങൾ വരയ്ക്കുന്നു. മൃഗങ്ങൾ അവളുടെ അടുത്ത് എത്തിയാൽ അക്രമ സ്വഭാവം കാണിക്കുന്നു. അംബിക ആശങ്കപ്പെടുന്നു. അതേസമയം ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി കാണാതാകുന്നു. ഗ്രാമം മുഴുവൻ ഭീതിയിലാകുന്നു. ആളുകൾ പറയാൻ തുടങ്ങുന്നു ശാപം തിരികെ വന്നുവെന്ന്. പഴയ കഥകൾ വീണ്ടും ഉയർന്നുവരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ അംബികയെ വിളിച്ച് സംസാരിക്കുന്നു. അവർ പഴയ ബലിക്കഥ തുറന്നു പറയുന്നു. ശാപം ശമിപ്പിക്കാൻ ഒരു പെൺകുട്ടിയെ വീണ്ടും ബലികഴിക്കണം എന്നാണ് അവരുടെ വിശ്വാസം. ആ പെൺകുട്ടി ശ്വേതയാണെന്ന് അവർ ഉറപ്പിക്കുന്നു. അങ്ങനെ ചെയ്താൽ ഗ്രാമം രക്ഷപ്പെടുമെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട അംബിക ഭയക്കുന്നു. അവൾ ശക്തമായി അതിനെ എതിർക്കുന്നു. മകളെ തുടരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പോലീസിനെ അറിയിച്ച് നിയമപരമായി നേരിടുമെന്നും അവൾ പറയുന്നു. അവൾ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല മകളെ ബലി കൊടുക്കാൻ. ഈ സമയത്ത് ഗ്രാമനേതാവ് അംബികയെ സമീപിക്കുന്നു. അവൻ സഹായിക്കാമെന്ന് പറയുന്നു. ശ്വേതയെ സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. അവൻ സംസാരിക്കുന്നത് വളരെ ശാന്തമായും വിശ്വസിപ്പിക്കുന്ന തരത്തിലുമാണ്. അംബിക പതുക്കെ അവനെ വിശ്വസിക്കുന്നു. പക്ഷേ ശ്വേതയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു. അവൾ മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കുന്നു. അവൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ അവൾ സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അംബിക അവളെ ഡോക്ടർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പരിശോധനകളിൽ ഒന്നും കണ്ടെത്തുന്നില്ല. ഡോക്ടർമാർക്ക് വിശദീകരണം നൽകാനാകുന്നില്ല. അംബിക പൂർണ്ണമായും നിരാശയിലാകുന്നു. പിന്നീട് അംബികയ്ക്ക് സത്യം മനസ്സിലാകുന്നു. സഹായിക്കുന്നതായി നടിച്ച ഗ്രാമനേതാവാണ് ബലി നടത്തുന്നത്. ഗ്രാമത്തിലെ ആളുകളുടെ ഭയം ഉപയോഗിച്ചാണ് അവൻ ഈ കാര്യങ്ങൾ നടത്തുന്നത്. ബലി തുടരണമെന്നതാണ് അവന്റെ ലക്ഷ്യം. ഒരു രാത്രി ഗ്രാമവാസികൾ വീണ്ടും ചടങ്ങിനായി കൂട്ടം കൂടുന്നു. മുഴുവൻ സ്ഥലവും ഇരുട്ടിലും ഭീതിയിലുമാണ്. ശ്വേതയെ പിടിച്ചുകൊണ്ടുവരുന്നു. ആളുകൾ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഭീകരമായ അന്തരീക്ഷമാണ്. അംബിക അവിടെ എത്തുന്നു. അവൾ ഗ്രാമവാസികളോട് പൊരുതുന്നു. മകളെ ചേർത്ത് പിടിച്ചു മുന്നിൽ നിൽക്കുന്നു. അവൾ ഒരിടി പോലും പിന്മാറുന്നില്ല. ചടങ്ങിനിടെ ഭൂതശക്തി പ്രത്യക്ഷപ്പെടുന്നു. ആളുകൾ പേടിച്ച് നിലവിളിക്കുന്നു. ഇരുട്ട് എല്ലായിടത്തും പടരുന്നു. അംബിക ആ ഗ്രാമത്തലവനോട് പോരാടുന്നു. ശക്തമായ സംഘർഷം നടക്കുന്നു. ഒടുവിൽ അവൾ അവനെ കൊല്ലുന്നു. ഗ്രാമവാസികൾ ഞെട്ടിപ്പോകുന്നു. അംബിക ശ്വേതയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. മകളെ വിട്ടുകൊടുക്കില്ലെന്ന് അവൾ പറയുന്നു. അംബികയുടെ ധൈര്യത്തിനും നിലപാടിനും മുന്നിൽ ഭൂതശക്തി ദുർബലമാകുന്നു. ചടങ്ങ് തടസ്സപ്പെടുന്നു. ഭൂതശക്തി നിലവിളിച്ച് അപ്രത്യക്ഷമാകുന്നു.
ശാപം അവസാനിക്കുന്നു. രാത്രി ശാന്തമാകുന്നു. ശ്വേത സാധാരണ നിലയിലാകുന്നു. അവൾ അമ്മയെ ചേർത്ത് പിടിക്കുന്നു. അംബിക ആശ്വാസത്തോടെ മകളുടെ മൂകത നോക്കുന്നു. ഗ്രാമവാസികൾ തങ്ങൾ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുന്നു. അടുത്ത ദിവസം അംബിക ശ്വേതയുമായി ഗ്രാമത്തിൽ നിന്ന് പോകുന്നു. ഗ്രാമം നിശബ്ദമായി അവരെ നോക്കി നിൽക്കുന്നു. അവസാനം മറ്റൊരു ഗ്രാമം കാണിക്കുന്നു. അവിടെയും ആളുകൾ ഒരു ശാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഭയം ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നു. അതോടെയാണ് സിനിമ അവസാനിക്കുന്നത്.